نور على نور. التاسع: من اعتقد أن بعض الناس لا يجب عليه اتباع النبي صلى الله عليه وسلم وأنه يسعه الخروج عن شريعته صلى الله عليه وسلم كما وسع الخضر الخروج عن شريعة موسى عليه السلام فهو كافر. ഒമ്പതാമതായി ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണിയത് ചില സൂഫികൾക്കുള്ള മറുപടിയായിട്ടാണ്. സൂഫികൾ അവരുടെ ഷെയ്ഖന്മാരെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് ഷെയ്ഖന്മാർക്ക് ശരീഅത്തിന്റെ അഹ്കാമുകളൊന്നും ബാധകല്ല, അവർക്ക് ഹലാല് ഹറാമൊന്നും ബാധകല്ല, അതൊക്കെ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ബാധകമായതാണ്. അവര് നമ്മളെ ഷെയ്ഖന്മാരൊക്കെ വലിയ ദർജയിലുള്ളവരാണ്, അവര് ഖവാസുന്നാസാണ്, ജനങ്ങളിൽ പ്രത്യേകക്കാരാണ്. അവർ ജനങ്ങളെ രണ്ടാക്കി തിരിച്ചു, അവാമുന്നാസും ഖവാസുന്നാസും. അവാമുന്നാസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ, ഖവാസുന്നാസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ തരീഖത്തിന്റെ ഷെയ്ഖന്മാര്, സൂഫികളുടെ ഷെയ്ഖന്മാര്. ഖവാസുന്നാസ് ഒരു ദർജയിലെത്തിയവരാണ്, അവർക്ക് പിന്നെ എന്തില്ല, ശരീഅത്തിന്റെ ലാഹിറായ അഹ്കാമുകളൊന്നും ബാധകല്ല. അവർക്ക് ഹലാല് ഹറാമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വാജിബ് ചെയ്യണമെന്നില്ല, ഹറാമ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. റസൂലുള്ളാഹിയുടെ ശരീഅത്ത് അവർക്ക് ബാധകമല്ല എന്ന് വിശ്വസിക്കും. അവർ ആയാത്തുകളൊക്കെ ദുർവ്യാഖ്യാനിക്കും. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഖീൻ കൊണ്ട് ഉദ്ദേശം ദൃഢതയാണ്, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ശൈഖന്മാർക്ക് യഖീൻ എത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് നീ ആരാധിക്കേണ്ട ആവശ്യമില്ല. അവിടെ യഖീൻ കൊണ്ട് ഉദ്ദേശം എന്താണ്? മൗത്താണ്, മരണാണ്. മരണം വരെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവരെ വക ദുർവ്യാഖ്യാനം അങ്ങനെയൊക്കെ. അതിനുള്ള മറുപടിയാണ് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒമ്പതാമത്തെ ഖായിദയിലൂടെ പറയുന്നത്, നാഖിദിലൂടെ പറയുന്നത് എന്താണ്? മനി അഅ്തഖദ അന്ന ബഅദൻ നാസി, ആരെങ്കിലും ചിലരെ കുറിച്ച് വിശ്വസിച്ചാൽ, ലം യസഅ അന്ന ബഅദൻ നാസി എന്താണ്? ലാ യജിബു അലൈഹി ഇത്തിബാഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ചില ആൾക്കാർക്ക് നബിയെ ഫോളോ ചെയ്യൽ നിർബന്ധമില്ല, നബിയെ ഫോളോ ചെയ്യൽ നിർബന്ധമില്ല. അതായത് സൂഫികൾ അവരെ തരീഖത്തിന്റെ ശൈഖന്മാരെ വിശ്വസിക്കുന്നത് പോലെ നബിയെ ഫോളോ ചെയ്യൽ നിർബന്ധമില്ല. ഏതുപോലെ കമാ വസിയൽ ഖലിറ അൽ ഖുറൂജ് അൻ ശരീഅത്തി മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ നിന്നും ഖലിർ അലൈഹി സ്വലാത്തു വസ്സലാമിന് പുറത്തു പോയതുപോലെ, ബാധകമാകാത്തതുപോലെ നമ്മുടെ ചില ശൈഖന്മാർക്ക് അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യൽ നിർബന്ധമില്ല എന്ന് ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും വിശ്വസിച്ചാൽ ഫഹുവ കാഫിർ, ഓൻ കാഫിറാണ്. ഇജ്മാ, രണ്ടഭിപ്രായമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ എല്ലാവർക്കും ബാധകമാണ്, അത് ആരും അതൊന്നും ഒഴിവല്ല. എല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. എന്റെ ഉമ്മത്തിൽ നിന്നും എന്നെ കുറിച്ച് കേട്ട യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ ആരും തന്നെ ഞാൻ നിയോഗിക്കപ്പെട്ടത് വിശ്വസിക്കാതെയാണ് മരിച്ചതെങ്കിൽ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ല മൻ അബാ, എന്റെ ഉമ്മത്ത് എല്ലാം സ്വർഗത്തിൽ കടക്കും വിസമ്മതിച്ചവർ ഒഴികെ, താല്പര്യമില്ലാത്തവർ ഒഴികെ. സഹാബാക്കൾ ചോദിച്ചു, ആർക്കാണ് സ്വർഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തത്? റസൂൽ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ കടക്കും, എന്നെ ധിക്കരിച്ചവർ അവർക്കാണ് സ്വർഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തവർ, അവരാണ് വിസമ്മതിച്ചവർ എന്ന്. റസൂലുള്ളാഹിയുടെ ശരീഅത്തിനെ ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. ഫത്തബിഊഹു, അല്ലാഹു പറഞ്ഞാണ്, ഫത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ ഇൻ തുതീഉഹു തഹ്തദൂ. ധാരാളം ആയാത്തുകളിലൂടെ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ പറഞ്ഞതും വമാ ആതാകും റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആയാത്തുകൾ ഹദീസുകൾ ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ശരീഅത്ത് എല്ലാവർക്കും ബാധകമാണ്, ആരും അതിൽ നിന്നും ഒഴിവല്ല. അപ്പോൾ ആർക്കെങ്കിലും റസൂലുള്ളാഹിന്റെ ശരീഅത്ത് ബാധകമല്ല എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഓൻ കാഫിറാണ്. ആ വിശ്വസിച്ചോൻ കാഫിറാവും. അപ്പൊ ഞാൻ വിശ്വസിക്കണം അവിടുത്തെ ഷെയ്ഖിനെ കുറിച്ചിട്ട് അപ്പൊ ഞാൻ കാഫിറാവും. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഈ റസൂലുള്ളാഹിന്റെ ശരീഅത്ത് എല്ലാവർക്കും ബാധകം. അവർ പറയുന്നത് എന്താണ്? ഖലിർ അലൈഹി സ്വലാത്തു വസ്സലാമിന് മൂസാ നബിയുടെ ശരീഅത്ത് ബാധകമായിട്ടില്ലല്ലോ, അതേപോലെയാണ് സൂഫികൾ ഖലിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയായിട്ടാണ് കാണുന്നത്. ഖലിർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണോ റസൂലാണോ വലിയാണോ എന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് നബിയാണ്, റസൂലല്ല. ധാരാളം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്.
ചില പണ്ഡിതന്മാർ പറയുന്നു റസൂലാണ്, നബിയുമാണ്, റസൂലുമാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് നബിയുമല്ല, റസൂലുമല്ല, വലിയാണ്. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഭിപ്രായ പണ്ഡിതന്മാരുടെ ഈ 3 അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുഹഖിഖുകൾ പല പണ്ഡിതന്മാർ പറയുന്നത് നബിയല്ല, വലിയ മാത്രമാണെന്ന് പറയുന്നത്. എന്നാൽ സൂഫികൾ ഒന്നടങ്കം പറയുന്നത് ഖദിർ വലിയാണ്. എന്തിനാണ്? ഇവർക്ക് ഇവരുടെ ശൈഖന്മാർക്കൊക്കെ പല തസ്തികളും കൊടുക്കാനുണ്ട്. ഖദിർ വലിയാണ്. ആ വലിയായ ഖദിറിന് നബിയായ മൂസാ നബിയുടെ ശരീഅത്ത് ബാധകമായിട്ടില്ല, വേറെ ദർജയിലാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ ശൈഖന്മാർക്കും അതേപോലെ ശരീഅത്ത് ബാധകം, റസൂലുള്ളാഹിന്റെ ശരീഅത്ത് ബാധകമാകൂല, അത് കുഫ്റാണ്. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാലും കാഫിറാണ്. പിന്നുള്ളൊരു മറുപടി എന്താണ്? ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന് മൂസാ നബിയുടെ ശരീഅത്ത് ബാധകമായിട്ടില്ലേ എന്നതാണ് അവിടെ ഒരു ചർച്ച. പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന്, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുടെ കൗമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത മറ്റെല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് അതത് കൗമിലേക്കാണ്. ഇപ്പൊ ഇബ്രാഹിം നബി ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ ആരുണ്ട്? ലൂത്ത് നബി അപ്പുറത്തുണ്ട്. ഇബ്രാഹിം നബി ഒരു കൗമിന്, ലൂത്ത് നബി വേറൊരു കൗമിന്. മൂസാ നബി ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ ആരുണ്ട്? ഷുഐബ് നബി ഉണ്ട്. അപ്പോൾ ഓരോ നബിമാർക്കും അവരുടെ നാട്ടിലുള്ളവർക്ക് മാത്രമേ ദഅവത്ത് ബാധകമുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാരും ആ നബിയുടെ കൗമിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്, ഞാൻ ജനങ്ങൾക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട ആളാണ് എന്ന്. അപ്പൊ മൂസാ നബി വേറെ നാട്ടിൽ നിന്നും യൂശൈ നബിയെയും കൂട്ടിയിട്ട് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി യാത്ര പോയതാണ്. സംഭവം എന്താണ്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും ജനങ്ങളും കൂടിയിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഏറ്റവും വലിയ അറിവുള്ള ആളാരാണ്? മൻ അഅലമുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളാരാണ്? അപ്പൊ മൂസാ നബി പറഞ്ഞു, ഞാനാണ് എന്ന് പറഞ്ഞു. ഇത് തിരുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ വർത്താനം ശരിയായിട്ടില്ല. അള്ളാഹു ആലം എന്നല്ല പറയേണ്ടത്, അത് തിരുത്താനാണ് മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞു, മൂസ, എൻ്റെ ഒരു അടിമയുണ്ട്, ആ അടിമയെ കണ്ട നീ പോണം. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടിയിട്ട് അള്ളാഹ് പറഞ്ഞയക്കുന്നത്. അപ്പൊ കൂടെ യൂശൈ നബിയെയും കൂടെ കൂട്ടുന്നുണ്ട്. സൂറത്ത് കഹ്ഫിൽ ഈ വിഷയം സവിസ്തരം പറയുന്നുണ്ട്. യൂശൈ നബിനെയും കൂടെ കൂട്ടിയിട്ടാണ് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വേറൊരു നാട്ടിലേക്കാണ് പോകുന്നത്. അവിടുന്ന് കണ്ടുമുട്ടുമ്പോൾ സംസാരം, അവിടെ ആദാബു താലിം മാ ശൈഖിഹി, വിദ്യാർത്ഥിക്ക് തന്റെ ഉസ്താദിനോട് ഉണ്ടാകേണ്ട അദബുകളാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. അനുസരിക്കണം, ധിക്കരിക്കാൻ പാടില്ല, ഉസ്താദിനെ കൂടെ സബർ ചെയ്ത് കൂടെ കൂടണം ഉള്ള കാര്യങ്ങളാണ് സൂറത്തുൽ കഹ്ഫിലെ ഖദിർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദിർ നബിയെ കാണുമ്പോൾ വേറൊരു നാട്ടിലുള്ള ആളാണ് ആര്? ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ മൂസാ നബിയുടെ ശരീഅത്ത് അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല. രണ്ടാമത്തെ മറുപടി, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിന് എതിരായിരുന്നില്ല ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രവർത്തനവും. എന്തുകൊണ്ട്? മൂസാ നബിക്ക് കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ് ആദ്യം എതിർത്തത്. 3 പ്രാവശ്യം എതിർത്തപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, ഇത് നമുക്ക് രണ്ടുപേർക്കിടയിലെ വേറുപാടാണ്, ഞാൻ പറഞ്ഞു തരാം ഞാൻ ചെയ്തത് എന്താണെന്ന് വിശദീകരിച്ചെടുത്തപ്പോൾ ആര് യോജിച്ചു? മൂസാ നബി യോജിച്ചു, എതിർത്തില്ല. ഇങ്ങനെയാണോ കാര്യം? അപ്പോൾ മൂസാ നബിയുടെ ശരീരത്തിനെതിരായിരുന്നില്ല എന്ത്? ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പ്രവർത്തനങ്ങളൊന്നും എതിരായിരുന്നില്ല. എതിരായിരുന്നുവെങ്കിൽ അതിന്റെ തഅ്വീൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മൂസാ നബി എതിർക്കണമായിരുന്നു. എതിർത്തിട്ടില്ല, കാര്യം ബോധ്യപ്പെട്ട് വേർപിരിഞ്ഞു. മറ്റ് മൂന്നാമത്തെ മറുപടി, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഓരോ പ്രവർത്തനവും അള്ളാഹുവിന്റെ വഹി പ്രകാരമായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. സൂറത്ത് കഹ്ഫിന്റെ ആ കഥയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്, വമാ ഫഅൽതുഹു അൻ അംരി, അല്ലെ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, ഇതെല്ലാം എന്റെ റബ്ബനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, മൂസാ നബിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എന്താണ്? സൂഫികളുടെ ഈ ഭാഗത്ത് നിന്ന് റദ്ദാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ മറുപടി വളരെ വ്യക്തമായ മറുപടിയാണ്. ഇനി മൂസാ നബിയുടെ ശരീഅത്തിന് വിരുദ്ധമായിട്ടാണ് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതെങ്കിൽ കൂടിയും ഈ ദീനിൽ അറിയപ്പെട്ട കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എല്ലാവർക്കും ബാധകമാണ്, ആരും ഒഴിവല്ല എന്ന വിഷയം. അത് ഇജ്മാഅാണ്, മഅലൂമുൻ മിനദ്ദീനി ബിദ്ദറൂറ, അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇനി മൂസാ നബിക്ക് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന് മൂസാ നബിയുടെ ശരീഅത്ത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ കൂടിയും മുഹമ്മദ് നബിയുടെ ശരീഅത്തിൽ നിന്നും ഒരാളും ഒഴിവാകുന്നില്ല, പുറത്തു പോകുന്നില്ല. ഇനി ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അവന് ബാധകമല്ല എന്ന് വിശ്വസിച്ചാൽ ഫഹുവ
കാഫിർ, അവൻ കാഫിറാണ്. അതാ അല്ലാഹു അഅലം.